ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു ടിവിയുടെ വളർച്ചയും അതുപോലെ താഴ്ചയും കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുകൂടാതെ കൊച്ചു ടിവിക്ക് തിരിച്ചു വരാൻ കഴിയുമോ അതും ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുട്ടികൾക്ക് കാണാൻ വേണ്ടി 24 അവേഴ്സും കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ അതായിരുന്നു കൊച്ചു ടി വി. അതും മലയാളത്തിൽ. കൊച്ചു ടി വി ഇന്ത്യ മൊത്തമുള്ള ഒരു ചാനലാണ്. അതും ഇന്ത്യയിലെ പല പല ഭാഷയിൽ. അങ്ങനെ മലയാളത്തിലും കൊച്ചു ടി വി വന്നു 2011. കുട്ടികളെ ഫോക്കസ് ചെയ്ത് വന്ന ഒരു ചാനലായിരുന്നു കൊച്ചു ടി വി. 2011 വന്ന ആ ചാനൽ ഇപ്പോൾ 2026 നിലവിലുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നവുമുണ്ട്. അന്ന് പണ്ടില്ലതുപോലെയല്ല ഇപ്പോൾ കൊച്ചു ടി വി. 2011 വളരെ കുറച്ച് കാർട്ടൂൺസ് മാത്രം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ചാനൽ പിന്നീട് കൊച്ചു ടി വിയിൽ കാർട്ടൂണുകളുടെ പെരുമഴയായിരുന്നു. 2011 മുതൽ 15 വരെയുള്ള ബെസ്റ്റ് കാർട്ടൂൺ ചാനലുകളിൽ ഒന്ന് തന്നെയായിരുന്നു കൊച്ചു ടി വി. അത് TRP റേറ്റിംഗിന്റെ കാര്യങ്ങളിലായാലും കൊച്ചു ടിവിയുടെ വളർച്ച വരുന്നത് എനിക്ക് തോന്നുന്നു 2012 മുതലാണെന്ന്. 2012 മുതൽ 2018 വരെ നല്ല രീതിയിൽ തന്നെയാണ് കൊച്ചു ടി വി എന്ന ചാനൽ പോയിക്കൊണ്ടിരുന്നിരുന്നത്. പണ്ട് വന്നിരുന്ന കാർട്ടൂൺസിൽ 20% കാർട്ടൂൺസ് മാത്രമേ നമ്മൾ മറന്നു കാണുകയുള്ളൂ. കാർട്ടൂൺസ് മാത്രമല്ല കൊച്ചു ടി വിയിൽ സ്പെഷ്യലായിരുന്നിരുന്നത് ഓരോ ഞായറാഴ്ചയും ശനിയാഴ്ചയും വരുന്ന ഹോളിവുഡ് മൂവീസ്. അത് കൾട്ട് ക്ലാസിക് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. ചില മൂവീസ് നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ മൂവീസിന് വേണ്ടി ഇന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇനി കൊച്ചു ടിവിയുടെ ഡൗൺഫാൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2018 അല്ലെങ്കിൽ 19 വരെ കൊച്ചു ടി വി മോശമില്ലാതെ നല്ല നല്ല കാർട്ടൂൺസ് ടെലികാസ്റ്റ് ചെയ്തു പോയി. പക്ഷെ 19 ശേഷം എന്തൊക്കെയൊക്കെ സംഭവിച്ചു. അതിന് കാരണമായി എനിക്ക് തോന്നിയത് അത് ബാൽവീറാണ്. ബാൽവീറിനും ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ 2018 ശേഷമാണ് ബാൽവീർ എന്ന TV ഷോ കൊച്ചു ടി വിയിൽ വരുന്നത്. അതിനുശേഷം തന്നെയാണ് കൊച്ചു ടി വി പയ്യെ താഴോട്ട് വന്ന് തുടങ്ങിയതും. അതിന് മെയിൻ കാര്യമായി എനിക്ക് തോന്നിയത് അത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം തന്നെ. ഇപ്പോൾ എന്താണ് കൊച്ചു ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു TV ഷോ അത് ഒരു ചാനലിന്റെ ടെലികാസ്റ്റിംഗ് സമയത്ത് നിറഞ്ഞു നിൽക്കുക. ഇപ്പോൾ ഹൈദി എങ്ങനെയാണ് സംഭവിച്ചത്? അത് 2019 അതിൽ 18 ബാലവീർ ചെയ്തിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ബാലവീർ എൻജോയ് ചെയ്ത് കാണുമായിരുന്നു. 19 മുതൽ ഇന്ന് വരെ ബാലവീർ ഇപ്പോഴും കൊച്ചു ടി വിയിലുണ്ട്. അതിന്റെ ഇടയിൽ ഒന്ന് വന്നു പോയെങ്കിലും സ്റ്റിൽ റണ്ണിങ് ആണ് ബാലവീർ കൊച്ചു ടി വിയിൽ. ബാലവീർ എന്ന TV ഷോ വന്നതുകൊണ്ടല്ല കൊച്ചു ടി വി താഴോട്ട് പോയത്. പകരം ഒരുപാട് സമയം ഈ സെയിം TV ഷോ അല്ലെങ്കിൽ കാർട്ടൂൺ സീരീസ് ടെലികാസ്റ്റ് ചെയ്യുക. അതാണ് കൊച്ചു ടിവിയുടെ TRP റേറ്റിംഗ് കുറയാനുള്ള വലിയ കാരണം. അവരെന്തുകൊണ്ട് ഒരു കാർട്ടൂൺ തന്നെ ഒരുപാട് സമയം ടെലികാസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരെ കയ്യിൽ പണ്ട് വന്നിരുന്ന കാർട്ടൂൺസിന് റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു TV ഷോ അവർ റിപ്പീറ്റ് ആയി ടെലികാസ്റ്റ് ചെയ്തത്. ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബാലവീറും ഹൈദിയൊന്നും കൊച്ചു ടിവിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പകരം അതിന് സമയം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇനി അതുപോലെ അവർക്ക് കഴിയുമെങ്കിൽ 2 or 3 പണ്ട് വന്നിരുന്ന കാർട്ടൂൺസ് കൂടി തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എന്തായാലും കൂടും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.